തൃശ്ശൂർ ജില്ലയിൽ ശാരീരിക മാനസിക വൈകല്യമുള്ള കുട്ടികൾ പഠിക്കുന്ന 30 സ്പെഷ്യൽ സ്കൂളുണ്ട്. ഇവരുടെ ശബ്ദമായി തൃശ്ശൂർ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ, സ്റ്റേറ്റ് ഒളിമ്പിക് ഭാരതിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് സംസാരിക്കാൻ ഈ ഒരു അവസരം നൽകിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ 18 വയസ്സിന് താഴെയുള്ള 100 കുട്ടികളെങ്കിലും ശാരീരിക മാനസിക വൈകല്യങ്ങൾ പഠിക്കുന്ന ഇത്തരത്തിലുള്ള സ്കൂളുകളെ എയ്ഡഡ് പദവിയിലേക്ക് ഉയർത്താമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ അത് നിർത്തലാക്കുകയാണ് ഉണ്ടായത്. തുടർന്നുള്ള വർഷങ്ങളിൽ നാമമാത്രമായ ഗ്രാൻഡാണ് ലഭിച്ചു വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാ വർഷവും പല തിരുവോണങ്ങളും തെരുവോണമാക്കി മാറ്റിക്കൊണ്ട് യഥാർത്ഥത്തിൽ തെരുവോണമാക്കി ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് ലഭിക്കുന്ന മാർച്ച് 31 ഏപ്രിലോ ലഭിക്കുന്ന നാമമാത്രമായ തുച്ഛമായ ഗ്രാൻഡ് കഴിഞ്ഞ വർഷങ്ങളിൽ എൻ്റെ സ്കൂളിൽ 200-ലധികം കുട്ടികൾ പഠിക്കുന്ന 50 വർഷത്തിലധികമായ സ്കൂളിൽ ലഭിച്ചത് 5 ആയമാർക്കുള്ള ചെറിയൊരു തുകയായ ഗ്രാൻഡ് മാത്രമാണ്. 45-ലധികം അധ്യാപകരാണ് അവിടെ സേവനം ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഒത്തിരി സ്കൂളുകളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ഗ്രാൻഡ് ലഭിക്കുന്നത്, ഇപ്പോൾ ഈ വർഷത്തെ ഗ്രാൻഡ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ലഭിക്കുന്നതും നാമമാത്രമാണ്. അതുപോലെ തന്നെ മാറി മാറി വരുന്ന സർക്കാർ ഉത്തരവുകൾ, ഈ വർഷം ലഭിച്ച ഉത്തരവിനനുസരിച്ച് സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ പല സംവിധാനങ്ങളും വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നു. പക്ഷേ അതിനനുസരിച്ച് വരുന്ന ഗ്രാൻഡോ ഒന്നുമില്ലാത്ത ബിഗ് സീറോ ആയ ഒരവസ്ഥയിലാണ്. കൂടാതെ 18 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ഇന്ന് യാതൊരു സപ്പോർട്ടും സർക്കാർ നൽകുന്നില്ല. ഇവർക്ക് വേണ്ടി രണ്ടാമതൊരാവശ്യം തൃശ്ശൂർ ജില്ലയിൽ ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും ഈ കുട്ടികൾക്കും മാതാപിതാക്കളും വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് വിൽക്കാനുള്ള ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോം സൗജന്യമായി എല്ലാവരും അന്ന് എത്തിപ്പെടാവുന്ന ഒരു സൗജന്യ സംവിധാനം ഉണ്ടാക്കി തരണമെന്നും അപേക്ഷിക്കുന്നു. താങ്ക് യു. സ്പെഷ്യൽ സ്കൂളിൻ്റെ കാര്യത്തിൽ സിസ്റ്റർ ലറ്റീഷ പറഞ്ഞ കാര്യം ആദ്യമായിട്ട് അസംബ്ലിയിൽ കൊണ്ടുവന്ന ഞാൻ എൻ്റെ കോളിംഗ് അറ്റൻഷനിലാണ് ആ ചർച്ച തുടങ്ങുന്നത്. അതിനായി എയ്ഡഡ് സ്റ്റാറ്റസ് കൊടുക്കണം എന്ന് പറഞ്ഞു. കാരണം ഇവർ കഷ്ടപ്പെട്ടാണ് നടത്തുക. നമുക്കൊരു സ്പെഷ്യൽ സ്കൂളിൽ പോയാലേ അതിൻ്റെ സങ്കടവും വിഷമവും നമുക്ക് അറിയുള്ളൂ. നമ്മൾ കൊണ്ടുവന്നിട്ട് അന്ന് ഉമ്മൻചാണ്ടി സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ തന്നെ 57 എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട അന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, തോമസ് ഐസക്ക് ഉൾപ്പെടെ അവരുടെ എല്ലാം ഒപ്പ് ശേഖരിച്ച് 2 മണിക്കൂർ കൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടാണ് തീരുമാനം ബജറ്റിൽ പ്രഖ്യാപിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ് പിന്നീട് അത് നടക്കാതെ പോയത്. ഉറപ്പായിട്ടത് ചെയ്തിരിക്കും. അത് നമ്മുടെ ഒരു അഷ്വറൻസ് കൂടിയാണ്. മാത്രമല്ല ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയും അവരുടെ കുടുംബത്തെയും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ ഉള്ള വിഷമത്തേക്കാൾ വിഷമം അവരുടെ പേരൻസിനെ കാണുമ്പോഴാണ്.